ഹല്ലേലൂയ. ഞാൻ ഈ സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ചെറിയ വാക്യത്തിൻ്റെ ഒരു വാക്യാംശത്തിൽ നിന്നാണ് ഞാൻ ചില കാര്യങ്ങൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒത്തിരി ദീർഘമായി ഞാനിന്ന് പ്രസംഗിക്കത്തില്ല. അത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരു ദൈവ വചനഭാഗം 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നിന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിത യാത്രയെ, മരുഭൂമിയിലൂടെയുള്ള അവരുടെ യാത്രയെ വിശദമാക്കിക്കൊണ്ട് ചില ആത്മീക പാഠങ്ങൾ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ അവിടെ കാണുന്നത്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. എന്നിട്ട് ഒരു ചെറിയ വാക്ക് അവിടെ പറഞ്ഞിരിക്കുന്നു, അവരെ അനുഗമിച്ച ആത്മിക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. നമുക്കുള്ള മുന്നറിയിപ്പുകൾ എന്ന നിലയിൽ ഇതിനെക്കുറിച്ച് വേറെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിനകത്ത് ഞാൻ എടുക്കുന്ന ഒരു ഭാഗം മാത്രം, അവരെ അനുഗമിച്ച ആത്മിക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. അത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അനുഗമിച്ച ആത്മീക പാറ. പഴയ നിയമത്തിൽ നമ്മൾ 2 സ്ഥലങ്ങളിൽ ഇസ്രായേൽ മക്കൾ പാറയെ പിളർന്ന് കർത്താവ് അവർക്ക് വെള്ളം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിലാണ് അത് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അവിടെ ഇസ്രായേൽ മക്കൾ സീൻ മരുഭൂമിയിൽ ആയിരുന്ന സമയത്ത് അവർ റെഫീദിമിൽ എത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അങ്ങനെ വെള്ളത്തിന് വലിയൊരു ക്ഷാമം ഉണ്ടായപ്പോൾ ഇവർ ഏകദേശം 20 ലക്ഷം ആളുകളുണ്ട്. കുഞ്ഞുങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ഏകദേശം 20 ലക്ഷം ആളുകളുണ്ട്. ഓൾമോസ്റ്റ് 2 മില്യൺ പീപ്പിൾ. അവർക്ക് വെള്ളമില്ലാതെ വരിക, ഒന്നാമത്തെ കാര്യം മരുഭൂമിയാണ്. വെള്ളമില്ലാതെ വരുന്നത് അത്ര ആശാസ്യമായ ഒരു കാര്യമല്ല. ദേ വർ റിയലി സഫറിങ്. അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ച് പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഇസ്രായേൽ മക്കൾ കലഹിച്ചതിനൊക്കെ നമ്മൾ ചിലപ്പം പറയുമായിരിക്കും, കുറ്റമൊക്കെ പറയുമായിരിക്കും, അവർ ദൈവത്തോട് കലഹിച്ചു. അല്ല, ഒരു നേരം വെള്ളം കുടിക്കാനില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാം. ഈ മരുഭൂമിയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ വെള്ളം കുടിക്കാൻ ഇല്ലാതെ കരഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ഹ്യൂമൻ വേയിൽ ആരാണെങ്കിലും അവർക്ക് അവരുടെ ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടാകും, ചിലപ്പോൾ കലഹിച്ചെന്നിരിക്കും. പക്ഷേ മോശ പറയുന്നത്, നിങ്ങൾ കലഹിക്കുന്നത് എന്താണ്? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഇതിനകത്തൊരു പ്രോബ്ലം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനകത്തൊരു കാര്യം, മോശയ്ക്ക് യഹോവ ഒരു യാഥാർത്ഥ്യമാണ്, ഇസ്രായേൽ മക്കൾക്ക് അത്രത്തോളം യാഥാർത്ഥ്യമല്ല. യഹോവ ഒരു യാഥാർത്ഥ്യമാകുമ്പോൾ ആശ്രയിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ദൂരെ നിന്ന് കാണുമ്പോൾ ആശ്രയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നൊരു വേദഭാഗമുണ്ട്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് തൻ്റെ പ്രവൃത്തികളെ കാണിച്ചു, മോശയ്ക്ക് തൻ്റെ വഴികളെ കാണിച്ചു കൊടുത്തു. മോശയ്ക്ക് തൻ്റെ വഴികളെയും ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ പ്രവൃത്തികളെയും കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇസ്രായേൽ മക്കൾ പ്രവൃത്തികളാണ് കണ്ടിരിക്കുന്നത്, മോശ വഴിയാണ് കണ്ടിരിക്കുന്നത്. എന്താണ് പ്രവൃത്തിയും വഴിയും തമ്മിലുള്ള വ്യത്യാസം? പ്രവൃത്തി എന്ന് പറയുന്നത് നടന്നു കഴിഞ്ഞ ഒരു കാര്യമാണ്, വഴി എന്ന് പറയുന്നത് മുന്നിലുള്ളതാണ്. അപ്പോൾ ഇസ്രായേൽ മക്കൾ ഒരു പ്രവൃത്തി കണ്ടു കഴിയുമ്പോൾ, ഇവരാരും അത്ര മോശക്കാരല്ല. പ്രവൃത്തി കണ്ടു കഴിയുമ്പോഴത്തേക്ക്, ഇതിനു മുമ്പാണെങ്കിലും അവർ ചെങ്കടലിൽ വെച്ച് അവർ പറഞ്ഞു ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നൊക്കെ ചോദിച്ചു. പക്ഷെ ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ പാട്ടും എന്തോ ബഹളമൊക്കെയാണ്. മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്തു, എന്തെല്ലാം കാര്യങ്ങളാണ്. അപ്പൊ പ്രവൃത്തി കണ്ടു കഴിഞ്ഞ് ഇവർ പെട്ടെന്ന് ആവേശഭരിതരാകും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ പ്രവൃത്തി കാണണം. വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അവർക്കറിയില്ല, കാര്യം അവർ വഴി കണ്ടിട്ടില്ല. ഇത് ഇന്ന് ഒരുപോലെയുള്ള പ്രശ്നമാണ്. നല്ലൊരു ശതമാനം വിശ്വാസികളും യഹോവയുടെ വഴി കണ്ടിട്ടില്ല, പക്ഷെ പ്രവൃത്തി കണ്ടിട്ടുണ്ട്. അവരെപ്പോഴും പറയുന്നതും അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തികളെ കുറിച്ചാണ്, ഇല്ലേ? നമ്മൾക്ക് സാക്ഷി പറയുന്നതും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളെ ആണ് നമ്മൾ വിവരിക്കുന്നത്. അത് തെറ്റൊന്നുമല്ല, അത് ദൈവം ചെയ്ത കാര്യമാണ്, അതിന് ദൈവത്തിന് നന്ദി കരയറ്റണം, ഒരു കുഴപ്പമില്ല. പക്ഷേ പ്രവൃത്തി കണ്ട് ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു ജനത വഴിമുട്ടുമ്പോൾ പിറുപിറുക്കാൻ തുടങ്ങും. കർത്താവ് ക്യാൻസർ സൗഖ്യമാക്കിയെന്ന് വെക്കുക, അവൻ നാട് നീളതാണെന്ന് സാക്ഷി പറയും. പക്ഷേ
നിർത്താത്ത തുമ്മൽ വന്ന ഉടനെ ഇവൻ ചോദിക്കും, ഇതെന്താ ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? ഇവന് ക്യാൻസർ സൗഖ്യമായ കാര്യം ഇവൻ പെട്ടെന്ന് അങ്ങ് മറക്കും. ഇപ്പൊ തുമ്മലാവില്ല പ്രശ്നം. അപ്പൊ ക്യാൻസർ സൗഖ്യമാക്കിയാലും തുമ്മൽ വരുമ്പോൾ അവൻ പിറുവിറുക്കും. കാര്യം പ്രവൃത്തിയിൽ മാത്രമേ അവൻ ദൈവത്തെ കണ്ടിട്ടുള്ളൂ. പ്രവൃത്തിയിൽ ദൈവത്തെ കാണുന്നത് മോശമല്ല, പക്ഷേ അവൻ ശരിക്കും കണ്ടത് ദൈവത്തിന്റെ പ്രവൃത്തി മാത്രമാണ്, അല്ലാതെ ദൈവത്തെ അല്ല. ഇസ്രായേൽ മക്കൾ ദൈവത്തെ കണ്ടില്ല, ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ അവർ കണ്ടു. അത് അവര് മരുഭൂമിയിൽ, ഇത് തുടക്കമാണ്, ഇത് ഫസ്റ്റ് ഇയർ ഓഫ് ദെയർ സോജേൺ, അവരുടെ പരിദേശ അല്ലെങ്കിൽ മരുഭൂമി യാത്രയുടെ ആദ്യത്തെ വർഷമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവർ കണ്ടു. അതും ഇസ്രായേലിൽ കണ്ടതാണ്. പിന്നെ അവർ മരുഭൂമിയിലും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആദ്യം തന്നെ വെള്ളം കാണാതെ വന്നപ്പോൾ, വെള്ളം കിട്ടാതെ വന്നപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയാൻ അവർ ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവം ചെയ്തത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതൊരു വലിയൊരു പ്രോബ്ലമാണ്. ഇന്നും നമ്മുടെ സഭകളിലും പ്രസംഗങ്ങളിലുമെല്ലാം we are always describing the works of God, and we are not giving Jesus, rather we are giving what Jesus do for them. ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ, യേശു ചെയ്യുന്ന കാര്യങ്ങൾ. ഏത് ക്രൂസൈഡ് പ്രീച്ചേഴ്സും യേശുവിനെ അല്ല പ്രസംഗിക്കുന്നത്, യേശുവിൻ്റെ പ്രവൃത്തിയെയാണ് പ്രസംഗിക്കുന്നത്. ശരിയാണ് ഞാൻ പറയുന്നത്. യേശുവിൻ്റെ പ്രവൃത്തിയാണ് ഇവർ പ്രസംഗിക്കുന്നത്, അല്ലാതെ യേശുവിനെ അല്ല. അതുകൊണ്ട് ജനങ്ങൾ ഈ പ്രവൃത്തി കാണുന്നതല്ലാതെ അവർക്ക് യേശുവുമായിട്ടുള്ളൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല. യേശു അവരോട് സംസാരിക്കുന്നില്ല. എല്ലാ പ്രാവശ്യവും അവർക്ക് പ്രവൃത്തി വേണം. ഈ പ്രവൃത്തി കണ്ട് ദൈവത്തിൻ്റെ പിന്നാലെ പോയാലുള്ള ഒരു പ്രശ്നം സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നു, എങ്കിലും അവർ വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളെ മറന്നു കളഞ്ഞു. ഇതാണ് വലിയൊരു പ്രോബ്ലം. നമ്മുടെ ജീവിതത്തിലും പ്രവൃത്തിയാധിഷ്ഠിതമായ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ദൈവപ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് കാൽവറി ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി മരിച്ച് നമ്മളെ പാപങ്ങളെ വീണ്ടെടുത്ത കാര്യമൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ പനി മാറി, ചുമ മാറി, എൻ്റെ പിള്ളേരുടെ അഡ്മിഷൻ കിട്ടി, ഞാൻ കടക്കാരനായിരുന്നു, കടം മാറി, ഇതും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവൻ ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല. കാരണം ഇവൻ എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും പനിയും ചുമയൊക്കെ വരും. ഓരോ ചുമ വരുമ്പോഴും ഇവൻ്റെ ഇടപാട് തീരും. വേഗത്തിൽ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും, ഇവിടെ ചെങ്കടൽ കടത്തിയ കാര്യം ഇവര് സീൻ മരുഭൂമിയിൽ വന്നപ്പോഴത്തേക്ക്, റഫീദീമിൽ പാളയം ഇറങ്ങിയപ്പോഴത്തേക്ക് ചെങ്കടൽ കടത്തി ഇവരെ കൊണ്ടുവന്ന കാര്യം അവർ മറന്നു. അതുകൊണ്ട് മോശ ചോദിക്കുക, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് പറഞ്ഞതിന് നിങ്ങൾ എന്നോട് എന്തിനെ കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്തെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ കണ്ടില്ലേ, ദൈവം പ്രവർത്തിച്ചതെല്ലാം കണ്ടതല്ലേ? കണ്ടു, പക്ഷെ അതെല്ലാം മറന്നുപോയി. ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് എന്ത് എന്ന് പറഞ്ഞു. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ പ്രശ്നം, മിസ്രൈം അങ്ങ് വലിയ ആനയാകും. അതും ഒരു വലിയൊരു പ്രോബ്ലമാണ്. ഞങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ, ഞങ്ങൾ അവിടെ നിന്നപ്പോൾ എന്തോ ആയിരുന്നു പ്രശ്നം, ഇവിടെ വന്നപ്പോഴാണ് ഈ പ്രശ്നമെല്ലാം. നമ്മളും അറിയാതെ ചിലപ്പോൾ പറയും, ഓ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഉള്ള പ്രശ്നം മുഴുവൻ. അതിനു മുമ്പ് ഇതൊന്നും ഉണ്ടായില്ല. ഞാൻ ലോകത്തിൻ്റെ പുറകെ നടന്നപ്പോൾ എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ പുറകെ വന്നപ്പോഴത്തേക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ മോശ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? അവർ എന്നെ കല്ലെറിയുവാൻ പോകുന്നല്ലോ എന്ന് പറഞ്ഞു. യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിൻ്റെ മുമ്പാകെ കടന്നു പോകാൻ, ഞാൻ ഹോറേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണുക മോശ അങ്ങനെ ചെയ്തു. നോക്കുക, കർത്താവ് പറഞ്ഞു, നീ ഹോറേബിൽ ഞാൻ പാറയുടെ മുകളിൽ ഞാനവിടെ നിൽക്കും, ഹോറേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഞാൻ സംഭവങ്ങൾ വിവരിക്കുന്നില്ല. ആൻഡ് ദേ ഗോട്ട് ഇനഫ് വാട്ടർ. ഇത് ഫസ്റ്റ് ഇയർ ഓഫ് ദെയർ ജേണി. അത് മൗണ്ട് ഹോറേബിലാണ് സംഭവിക്കുന്നത്. പിന്നീട് അവർക്ക് വെള്ളത്തിന് വലിയ പ്രശ്നങ്ങളില്ലാതൊക്കെ ഇരുന്ന കൂട്ടത്തിൽ 40 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഇതേപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ കാണുന്നത് സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിലാണ്. സംഖ്യാപുസ്തകം അതിൻ്റെ
20-ാമത്തെ അധ്യായത്തിൽ അത് ഇവർ സീൻ മരുഭൂമിയിൽ വരുന്നതാണ്. അനന്തരം ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും 1-ാം മാസം സീൻ മരുഭൂമിയിലെത്തി. ജനം കാദേശിൽ പാർത്തു. അവിടെ വെച്ച് മിരിയാം മരിച്ചു, അവളെ അടക്കം ചെയ്തു. അപ്പം മിരിയാം മരിച്ചു കഴിഞ്ഞിട്ട് 11-ാമത്തെ വാക്യം വരുമ്പോഴത്തേക്ക് മോശ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വെള്ളം വളരെ വെള്ളം പുറപ്പെട്ടു. ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. അപ്പം ഈ രണ്ടിടത്തും പാറയെ പിളർന്ന് വെള്ളം കൊടുക്കുന്നതായ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കാണുന്നുണ്ട്. പാറയെ പിളർന്ന് കുറച്ച് വെള്ളം കൊടുക്കുകയല്ല. നമ്മൾ സങ്കീർത്തനത്തിൽ നമ്മൾ മുമ്പേ പറഞ്ഞ 105-ാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ നമ്മളിവിടെ കാണുന്നത്, അവൻ പാറയെ പിളർന്നു, വെള്ളം ചാടി പുറപ്പെട്ടു, അത് ഉണങ്ങിയ നിലത്തുകൂടെ നദിയായി ഒഴുകി. കണ്ടിന്യൂസ് ആയിട്ട് നദിയായി ഒഴുകി. അപ്പം ഒരു ചെറിയ ഒരു അവസ്ഥ മാത്രമല്ല, ശരിയായിട്ട് നദി പോലെ ജലം ഒഴുകുന്നത്. അപ്പം വീണ്ടും പല സ്ഥലങ്ങളിലും നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെയെല്ലാം 78-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോഴും 78 സാംസ് 78 അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു, ആഴികളാൽ എന്നതുപോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. ആഴികളാൽ എന്നതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് വെള്ളം ലഭിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ധാരാളം അവൻ ഭൂമിയിൽ പാറകളെ പിളർന്നു, അവർക്ക് ധാരാളം, ആഴികളാൽ എന്നതുപോലെ അവർക്ക് ധാരാളം വെള്ളം കുടിപ്പാൻ കൊടുത്തു. ദൈവം ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അത് സമൃദ്ധിയായി. ഇന്നിപ്പോൾ നമ്മൾ മാറ്റി സംസാരിച്ചപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ചോദിക്കുന്ന ഒന്നുമല്ല കർത്താവ് പലപ്പോഴും നമുക്ക് തരുന്നത്, വളരെ സമൃദ്ധിയായി തരുന്നു. സമൃദ്ധിയായി എന്ന് പറയുമ്പോൾ ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് പറയുന്ന രീതിയിലുള്ള സമൃദ്ധി അല്ല അത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് എന്നുള്ള അർത്ഥമാണ്. ആവശ്യത്തിന്, ഈ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ. പക്ഷേ ആവശ്യത്തിന് എന്ന് പറയുമ്പോഴും ഒരു ലാക്കിങ് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ, ദൈവം ഒരു ഉറവ് തുറന്നു കഴിഞ്ഞാൽ അത് നിൽക്കാത്ത രീതിയിൽ. നമുക്ക് ഹാഗാറിൻ്റെ ചരിത്രം അറിയാമല്ലോ. ഹാഗാറിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഹാഗാർ ഇഷ്മയേലുമായിട്ട് യാത്ര ചെയ്ത മരുഭൂമിയിൽ ഈ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് അവൾ ദൂരെ പോയി കരഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ നിന്ന് വെള്ളം പുറപ്പെടുകയാണ്. കുടിക്കാൻ 1 ഗ്ലാസ് വെള്ളമായിരിക്കും അവൾ ചോദിച്ചത് ഇഷ്മായേലിന് കുടിക്കാൻ. ഇപ്പം കുടിക്കാൻ മാത്രമല്ല, കുളിക്കാനും വെള്ളമുണ്ട്. ഈ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതനുസരിച്ച് ആ വെള്ളം ഇന്നുവരെ നിന്നിട്ടില്ല എന്നാണ് അവരതിന് പറയുന്നത്. സംസം വാട്ടർ എന്നാണ്. സംസം, അതാ ഇവിടെ കുടിക്കാനൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത്. സംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനഫ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പ്രതീക്ഷിച്ചതിൻ്റെ ഒക്കെ അങ്ങേ അറ്റത്താണ് സംസം. ഇനഫ് വാട്ടർ. ഇന്നും ആ ഉറവയുണ്ടെന്നാണ് പറയുന്നത്.